കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കോ അനുകൂലമാകുന്ന രീതിയിൽ മെല്ലെപ്പോക്ക് നിലപാടാണ് പല കാര്യത്തിലും സ്വീകരിച്ചത്. അത് ശരിയാ. ലൈഫ് മിഷൻ കേസായാലും സ്വർണ്ണക്കടത്തായാലും അല്ലെങ്കിൽ ലാവ്ലിംഗ് കേസായാലും ഇപ്പോൾ വാസപ്പടി കേസായാലും മകന് വന്ന ഇഡി നോട്ടീസായാലും അങ്ങനെ ഒരുപാട് കേസുകൾ കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിനൊരു അവസാനമില്ലേ? ഇനി CPM പറയുന്ന പോലെ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ ഒറ്റ ഉത്തരം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും UDF അടക്കം അവർ പറയുന്നത് പോലെ ഇഡിക്കെതിരെ നിലപാടെടുത്ത് ഈ കാര്യത്തിൽ നിൽക്കാൻ സാധിക്കും. എന്താണ്? വീണ തൈക്കണ്ടിൽ 2,78,00,000 രൂപ CMRL കമ്പനിയിൽ നിന്ന് എന്ത് സേവനം കൊടുത്തിട്ടാണ് മേടിച്ചത്? വീണ തൈക്കണ്ടിയിലും അവരുടെ ജീവിത പങ്കാളിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് MLA യും മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അടക്കം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതുപോലെ നാണം കെട്ട് വിളറി നിൽക്കുന്ന സമയത്ത് പോലും വെളിപ്പെടുത്താനാകാത്ത അത്ര രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ അവർ കൊടുത്ത സേവനം. അപ്പോ അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീറും വാശിയും അവസാനം വരെ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തായിരുന്നു ആ 2.25 കോടി രൂപയുടെ സേവനം എന്ന് പറഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരൂലേ? അവ AKG സെന്റർ കെയർ ഓഫ് അഡ്രസ് ആക്കി വെച്ച് IT കമ്പനി തുടങ്ങി. IT കമ്പനിയുടെ മറവിൽ ഇതുപോലെ മാസപ്പടി വാങ്ങിയതിനു ശേഷം കുറച്ചു കാലത്തിന് ശേഷം ആ കമ്പനി നഷ്ടത്തിലാകുന്നു എന്നുള്ള രീതിയിൽ അത് പൂട്ടിപ്പോകും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഒരു പ്രത്യേക ജീവിതമല്ലേ. മുഹമ്മദ് റിയാസ് ഇന്നലെ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അവർ BTech ബിരുദധാരിയാണ്, വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, കഴിവും പ്രാപ്തിയുമുള്ള ആളാണ്. അങ്ങനെ ഒരാൾ തുറക്കാത്ത ഒരു ആഫീസിന്റെ പേരിൽ GST നമ്പർ എടുത്തിട്ട് മാസാമാസം 3,500 വാടകയും കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ നമ്മൾ മലയാളികൾ? വിശ്വസിക്കും തോന്നുന്നുണ്ടോ? അപ്പൊ നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ല? പറയടാ, വിശ്വാസമില്ല? ഇല്ല, ഒട്ടുമില്ല. അപ്പൊ ഇവര് എന്തൊക്കെയോ മറയ്ക്കുന്നു. ഇനി ഇഡി വെളിപ്പെടുത്തിയിട്ടുള്ള മാധ്യമങ്ങൾക്ക് കൊടുത്ത നോട്ടീസ് പ്രകാരമാണെങ്കിൽ, മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തിയ പ്രകാരമാണെങ്കിൽ 20 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. 85 കോടി രൂപ UAE കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഇനി വീണ തൈക്കണ്ടിൽ ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ടാണോ നന്ദുലാൽ എന്ന് പറഞ്ഞ DTPCയുടെ മാനേജറുടെ പേരിൽ ഒരു സിം എടുക്കേണ്ടി വരുന്നത്? വീണ തൈക്കണ്ടിലും മുഹമ്മദ് റിയാസിനും ആ കുടുംബത്തിലുള്ള മറ്റാർക്കും ആധാർ കാർഡ് ഇല്ലേ? രണ്ടാമതൊരു സിം കാർഡ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. അതെന്റെ ഹോബിയാ സാറേ. അപ്പോ ഇതെല്ലാം മനുഷ്യരുടെ മുമ്പിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ വിട്ടുകളാ. ഉത്തരം പറയാതെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർ വിശ്വസിക്കണ്ടേ? നിങ്ങൾ എത്ര പ്രതിഷേധ യോഗം നടത്തിയാലും നിങ്ങൾ പറയുന്നതിൽ ഉത്തരമില്ലാതെ വന്നാൽ നിങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ EDയുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെമ്പാടും നടത്തുന്ന മോഡി സർക്കാരിന് വേണ്ടിയിട്ടുള്ള KD പണി ന്യായീകരിക്കപ്പെടേണ്ടി വരും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. അതല്ല ചെയ്യേണ്ടത്. ED രാഷ്ട്രീയ പ്രേരിതമായി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ വേട്ടയാടുന്നു എന്നുള്ള വാദത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് വീണ തൈക്കണ്ടിലും പിണറായി വിജയനും മുഹമ്മദ് റിയാസും മറുപടി പറയണം. പ്രാഥമികമായി വേണ്ട കാര്യം എന്താണ്? 85 ലക്ഷം രൂപ UAE ദിർഹമാക്കി ട്രാൻസാക്ഷൻ നടത്തി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുമ്പോൾ ഈ പണത്തിന്റെ സോഴ്സ് ഇതാണ്, ഞാൻ ഇന്ന ആവശ്യത്തിന് ഈ രീതിയിലുള്ള ട്രാൻസാക്ഷൻ ആയിരുന്നു എന്ന് വീണ തൈക്കണ്ടിലിന് വിശദീകരിക്കാമല്ലോ. 20 കോടിയുടെ ഇടപാട് വീണ തൈക്കണ്ടിയിൽ നടത്തിയതിന് രേഖയുണ്ട്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ട് എന്ന് പറയുന്നു. സെൻട്രൽ ജയിലിൽ ഉണ്ട തിന്നാനുള്ള യോഗം കാണുന്നുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. എന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ് ഇതാണ് എന്റെ സാമ്പത്തിക വിനിമയം, നിങ്ങളെ ആരോപിക്കുന്നത് പോലെ അല്ല എന്ന് വീണ തൈക്കണ്ടിലിന് വിശദീകരിക്കാമല്ലോ. വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുമ്പോൾ ഇതാണ് എന്റെ വരവ്, എന്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകം അല്ലാതെ മറ്റൊരു പണവും സമാഹരിച്ചിട്ടില്ല വിശദീകരിക്കാമല്ലോ വീണ തൈക്കണ്ടിയിൽ. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഈ കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചതിന് ശേഷം അവരുടെ പിതാവ് പിണറായി വിജയൻ ആയതുകൊണ്ട് രാഷ്ട്രീയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേട്ടയാടുകയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ശരി എന്ന് തോന്നും. അതല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ പ്രതിരോധം ചമച്ചാൽ അത് വിലപ്പോകുമോ? സ്വന്തം നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ അണികൾക്കെങ്കിലും അത് വിശ്വാസയോഗ്യമാകുമോ? ശ്രീ ജേക്സി തോമസ്, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഇനിയാണ് എന്റെ ഷോ. അങ്ങയുടെ ചോദ്യത്തിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. അതായത് ആ ചോദ്യത്തിന്റെ വിവിധ ഘട്ടങ്ങളുടെ ഒരു സുപ്രധാനമായ ഒരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കി എന്നങ്ങ് പറയുന്ന പത്രക്കുറിപ്പ്, ഞാൻ ആ പത്രക്കുറിപ്പ് സവിസ്തരമായി വായിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളയാളല്ല. ആ പത്രക്കുറിപ്പിൽ അവർ മുമ്പോട്ടേക്ക് വെക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് നിദാനമായി അവർ കണ്ടെത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്താണ് വസ്തുത? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അതിനെ സംബന്ധിച്ച് സമഗ്രമായ മറുപടി പറയേണ്ടത് യഥാർത്ഥത്തിൽ അവർ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് CPM ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ അക്കാര്യങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ട് ചില വാദങ്ങൾ ഉന്നയിക്കുന്നു? അതാണല്ലോ അങ്ങയുടെ ചോദ്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ആ ഭാഗം എന്തുകൊണ്ട് വിശദീകരിക്കേണ്ടതായി വരുന്നു? ഇപ്പൊ പുതുതായി പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ ബേപ്പൂർ MLA-യും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള സഖാവ് മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രേഖകൾ തെരഞ്ഞെടുപ്പ് സംബന്ധമായി കമ്മീഷൻ രാജ്യത്തിന് പബ്ലിക് ഡൊമൈന് മുമ്പാകെ സമർപ്പിക്കുന്ന രേഖകളടക്കം പരാമർശിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പുതിയ ആരോപണങ്ങളുണ്ടോ? അതിനെ സംബന്ധിച്ച് അവർ വിശദീകരിക്കും.
പക്ഷേ ഇതിന്റെ മറവിൽ കാണിക്കുന്ന പരിപാടികൾ എന്താണ്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. കേരളത്തിലെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ ബേപ്പൂർ എംഎൽഎയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വീട് റെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുമുതൽ DYFI മേഖലാ സെക്രട്ടറിയുടെ വീട് വരെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പരിശോധിച്ചു. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച രേഖ ഉള്ളതുകൊണ്ടാണ് പി നിഖിലിന്റെയും നന്ദുലാലിന്റെയും വീട് പരിശോധിച്ചത്. ഇവരെക്കാൾ വലിയ DYFI നേതാവല്ലേ താങ്കൾ? താങ്കളുടെ വീട് സെർച്ച് ചെയ്തില്ലല്ലോ. പോയി. കാരണം എന്താ? താങ്കൾക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടില്ല. ഇവിടെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് രേഖകൾ ഉണ്ടായിരുന്നത് കൊണ്ട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി നിഖിലിന്റെ വീട് സെർച്ച് ചെയ്തു, നന്ദുലാലിന്റെ വീട് സെർച്ച് ചെയ്തു. ഇതൊക്കെ നിയമപരമായ നിലയിൽ നടക്കുമ്പോൾ ഇതിന്റെ സാമ്പത്തികം എന്താണ് നോക്കൂ. എങ്ങനെയാണ് കേരള മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു കൊണ്ട് ഹവാല ട്രാൻസാക്ഷന് ഒത്താശ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിഗുരുതരമായ സ്ഫോടനാത്മകമായ വിവരമല്ലേ? അപ്പൊ ആ ഭാഗം ആര് ക്ലിയർ ചെയ്യും? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ലഭ്യമായ തെളിവുകളുടെയും സോളിഡ് പ്രൂഫിന്റെയും അടിസ്ഥാനത്തിൽ ഹവാല ഇടപാടും തട്ടിപ്പും ഒക്കെ ഈ കമ്പനിയുടെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിടിക്ക്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഞങ്ങൾ ആരെങ്കിലും അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി വരുമോ? നിയമപരമായിട്ടല്ലാതെ ഈ സംഘത്തെ എങ്ങനെയെങ്കിലും അത്രയും സീരിയസ് ആയിട്ടുള്ള തെളിവുകളോട് കൂടെ ഇത്തരം കൺവിക്ഷനിലേക്ക് എത്തിയാൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും, ഞങ്ങൾക്കെന്നല്ല നമ്മുടെ നാട്ടിൽ നിയതമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനത്തിന് അതിന്റെ എത്ര തലപ്പൊക്കമുള്ള നേതാക്കന്മാർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും? കുട്ട ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അതുകൊണ്ട് ED-യോടും NIA-യോടും SFI-യോടും ഒക്കെ അഭ്യർത്ഥിക്കാറുള്ളത്, നിങ്ങൾക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്ര ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള പർവ്വത തുല്യമായ വലിയ കൊള്ളയും അഴിമതിയും ഈ കേസിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി പോയിട്ട് ആ കേസിലെ പ്രതികളെ പിടിക്കണമേ. ഞങ്ങൾ ആരാണ് അതിനെ തടസ്സപ്പെടുത്താൻ? പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നം എവിടെയാണ്? ഈ വിഷയത്തിന്റെ മറവിൽ, കെട്ടിപ്പൊക്കിയ ഈ ആരോപണങ്ങളുടെ മറവിൽ രാഷ്ട്രീയമായ വേട്ടയാടലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് നിന്നോ കേരളത്തിൽ നിന്നോ ഒരു അശോക് ചൗഹാനെ ലഭിക്കില്ല. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. നിങ്ങൾക്ക് കോഴിക്കോട് നിന്നോ കേരളത്തിൽ നിന്നോ ED എന്ന് കേൾക്കുമ്പോൾ മൂത്രമൊഴിച്ച് കോൺഗ്രസിന്റെ പതാക താഴെ വെച്ച് BJP ആഫീസിൽ പോയി വണങ്ങിക്കിടക്കുന്ന ഒരു സുവേന്ദു അധികാരിയെ ലഭിക്കില്ല. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സഖാവ് പി നിഖില, എന്തുകൊണ്ട് DYFI-യുടെ മേഖലാ സെക്രട്ടറി, എന്തുകൊണ്ട് സഖാവ് മുഹമ്മദ് റിയാസ്, എന്തുകൊണ്ട് സഖാവ് പിണറായി വിജയൻ? ഈ കാരണങ്ങൾക്കൊക്കെ ആകെ പറയുന്നത് എന്താണ്? ഇവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സാമ്പത്തിക ഇടപാടുകൾ നിയതമല്ല. ഈ മാതിരി ഒരു ഏജൻസികളെ തട്ടിക്കൂട്ടിയ വാർത്താ സംഘവും അത് വാർത്താക്കുറിപ്പും ഈ മാതിരി ഒരു ഏജൻസികളുടെ പ്രതികരണങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അസാധാരണമായ കണ്ടെത്തലുകളുണ്ട്, പർവ്വതതുല്യമായ തെളിവുകളുണ്ട്, ഇപ്പോൾ പിടിച്ചുകൂട്ടപ്പെടുമെന്നുള്ളത്. ഞാൻ പറഞ്ഞു, പിടിച്ചുകൂട്ടാൻ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ വാ, പിടിച്ചുകൂട്ട്. ഞങ്ങൾ ആര് തടയാൻ നിൽക്കുന്നു? എന്റെ ചോദ്യം, വീണ തൈക്കണ്ടിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്തായിരുന്നു? എന്തിനായിരുന്നു 2,78,00,000 രൂപ CMRL കർത്തയിൽ നിന്ന് വാങ്ങിയത്? എന്തിനാണ് വീണ ഇത്രയും നാൾ മൗനത്തിലായിരിക്കുന്നത്? എനിക്കറിയില്ല. സ്വന്തം പാർട്ടി, അച്ഛന്റെ പാർട്ടി, ഭർത്താവിന്റെ പാർട്ടിയൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിന്റെ മുമ്പിൽ ഇപ്പോഴും വീണ എന്തിനാണ് മൗനത്തിലായിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ, മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ, ബേപ്പൂർ MLA-യുടെ വീട്ടിൽ, DYFI നേതാവിന്റെ വീട്ടിലൊക്കെ റെയ്ഡ് ചെയ്തെന്ന്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണയുടെ അച്ഛനാണ്, 2 ബേപ്പൂർ MLA ഭർത്താവാണ്, DYFI നേതാവ് സുഹൃത്താണ്, പിന്നെ പലരും പാർട്ട്നേഴ്സാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോടൊപ്പം ക്ലിഫ് ഹൗസിൽ താമസിക്കുന്നു, ഔദ്യോഗിക വസതിയിൽ വിനോദയാത്ര നടത്തുന്നു, വിദേശയാത്ര നടത്തുന്നു, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഡയറക്ട് ബോർഡ് മീറ്റിംഗിനകത്ത് ബോർഡ് മീറ്റിംഗിൽ അടക്കം പങ്കെടുക്കുന്ന വീണ തൈക്കണ്ടിലിന് യാതൊരു പ്രിവിലേജിലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ CPM വിശ്വസിക്കും? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഇനി നിങ്ങൾ കോൺഗ്രസിന്റെ കൊടിയെ കുറിച്ച് പറയും, ED റെയ്ഡ് ചെയ്യാൻ വന്നതിന് കോൺഗ്രസിന്റെ മക്കൾ എടുക്കേണ്ട കാര്യം? നിങ്ങളെ കോൺഗ്രസിൽ നിന്ന് മടിയുള്ളത് കൊണ്ടും ഭയമുള്ളത് കൊണ്ടും ഭാഗ്യാന്വേഷികളായതുകൊണ്ടും BJP-യിലേക്ക് ചേക്കേറിയ ആളുകളെ കുറിച്ച് നിങ്ങൾ കണ്ടു. പക്ഷെ നിങ്ങൾ കാണാത്ത കുറെ ആളുകളുണ്ട്. ED പിടിച്ച് അകത്തിട്ടിട്ടും വേട്ടയാടിയിട്ടും കോൺഗ്രസ് വിട്ടുപോകാത്ത കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, അതുപോലെ കാർത്തി ചിദംബരം, P ചിദംബരം, രാഹുൽ ഗാന്ധി, സാക്ഷാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്നും ഉറച്ചു നിൽക്കുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? നിയമപരമായ പോരാട്ടത്തിന് കൂടാതെ അതിനോടൊപ്പം ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത കാണിച്ചു. രാഷ്ട്രീയ മര്യാദ, അതിനുശേഷമാണ് രാഷ്ട്രീയ പോരാട്ടം എന്ന് പറഞ്ഞാൽ കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി.